പഞ്ചാബ് ഗവർണർ സ്ഥാനം ബൻവാരി ലാൽ പുരോഹിത് രാജിവെച്ചു. വ്യക്തിപരമായ കാരണങ്ങളാലും മറ്റു ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ളതിനാലുമാണ് രാജിവെക്കുന്നതെന്നാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് സമർപ്പിച്ച രാജിക്കത്തിൽ പറയുന്നത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഇത് സംബന്ധിച്ച വിവരങ്ങൾ. മഞ്ജുഷ, ഇത്തരത്തിൽ വ്യക്തിപരമായ കാരണത്താലാണ് താൻ രാജിവെക്കുന്നത് എന്ന വിശദീകരണത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ബൻവാരിലാൽ പുരോഹിത് പഞ്ചാബ് ഗവർണർ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ബൻവാരിലാൽ പുരോഹിത് രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. ഇതിൽ മറ്റെന്തെങ്കിലും സംസ്ഥാന സർക്കാരുമായോ മറ്റുമുള്ള പ്രശ്നങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നില്ല. മറിച്ച് വ്യക്തിപരമായ കാരണത്താൽ ഭരണഘടനാ പദവി ഒഴിയുന്നു എന്ന വിശദീകരണം മാത്രമേ നൽകുന്നുള്ളൂ. പക്ഷേ ഏതാനും നാളുകളായി പഞ്ചാബിൽ അധികാരത്തിലിരിക്കുന്ന ആം ആദ്മി സർക്കാരും ബൻവാരിലാൽ പുരോഹിതും തമ്മിൽ വിവിധ വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു. ഗവർണർ പല ബില്ലുകളിലും ഒപ്പുവെക്കുന്നില്ല എന്ന വിമർശനം ആം ആദ്മി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുകയും തിരിച്ച് സർക്കാർ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന് ഗവർണർ ആരോപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ രീതിയിൽ സംഘർഷം ഇരു വിഭാഗങ്ങൾക്കിടയിൽ രൂപപ്പെടുന്നതിനിടയിലാണ് പഞ്ചാബ് ഗവർണറുടെ രാജി എന്നതാണ് ശ്രദ്ധേയം. മാത്രമല്ല, ഇദ്ദേഹം കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിന്റെ അഡ്മിനിസ്ട്രേറ്റർ കൂടിയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ചണ്ഡീഗഡ് തെരഞ്ഞെടുപ്പിൽ BJP അവിടെ വിജയിക്കുകയും എന്നാൽ ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന ആരോപണവുമായി കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഉൾപ്പെടെയുള്ള കക്ഷികൾ രംഗത്തെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇത്തരം നാടകീയ സംഭവങ്ങൾക്കൊക്കെ പിന്നാലെയാണ് പഞ്ചാബ് ഗവർണറുടെ ഇപ്പോഴത്തെ രാജി. പഞ്ചാബ് ഗവർണർ സ്ഥാനം ബൻവാരി ലാൽ പുരോഹിത് രാജിവെച്ചു. വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജിയെന്നാണ് വിശദീകരണം നൽകിയിരിക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് സമർപ്പിച്ച കത്തിലാണ് വിവരങ്ങൾ വിശദീകരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.